നമ്മുടെ നാട്ടിലെ ഒരു നാരായണേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഈ സാധാരണ ദിവസക്കൂലിക്ക് പണിക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ തെങ്ങ് തുറന്നിട്ട് വളമിടുക, അതേപോലെ അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ സാധാരണ അങ്ങനെ പണിക്ക് പോകുന്ന ആൾക്കാരിൽ നിന്നും വ്യത്യസ്തനായിട്ട് നാരായണേട്ടനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട എല്ലാ പണിയും ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. അപ്പം ഞാൻ മുമ്പ് ഒരിക്കൽ എൻ്റെ വീട് അന്ന് ഓടിട്ട വീടാണ്. അപ്പോൾ നേരെ താഴത്തൊരു സീലിങ്ങിൻ്റെ മുകളിൽ ഒരിക്കൽ എന്നെ ഭയങ്കര ദുർഗന്ധം അതിൻ്റെ മുകളിൽ. അപ്പോൾ ഈ നാരായണേട്ടൻ വന്ന് വളരെ സാഹസപ്പെട്ടിട്ട് അത് കയറിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അങ്ങനെ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി, മരത്തിൻ്റെ മുകളിലെ ഇലകളൊക്കെ ആക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ തെങ്ങിൻ്റെ വളമായിട്ട് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ കയറുന്ന സമയത്ത് ഒരു കമ്പ് പൊട്ടിയിട്ട് ആൾ നിലത്ത് വീഴുകയാണ്. പിന്നെ ആളെ കാലൊടിഞ്ഞ അയാൾ വീട്ടിൽ കിടത്തത്തിലായി. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലൈസൊക്കെ കഴിഞ്ഞ് ഏകദേശം ആൾക്ക് റെഡിയായി. വീണ്ടും അദ്ദേഹം ജോലിക്ക് വരാൻ തുടങ്ങിയ സമയത്ത് ആളെടുത്തുനിന്ന് നേരത്തെ കണ്ടതുപോലെ വന്ന് ജോലിക്ക് വരും, പറമ്പിൽ കിളയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ കിളച്ചിടും ചെയ്യും, വൈകുന്നേരം 5 മണിയാകുമ്പോൾ പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് മാറി. അങ്ങനെ ഞാൻ നാരായണൻ്റെ അടുത്ത് ചോദിച്ചു, അതിനായിട്ട് നിങ്ങളെന്താ നന്നായിട്ട് മാറിപ്പോയല്ലോ. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ പല ആളുകൾക്കും എൻ്റെ ജീവിതത്തിൽ ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തു. പക്ഷെ ഞാൻ കിടന്ന സമയത്ത് ഇവരാരും എന്ത് ചെയ്തില്ല, എന്നെ വന്നിട്ടൊന്ന് കാണാനോ എൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് ഒന്ന് അറിയാനോ ഇവരാരും ശ്രമിച്ചില്ല. ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്താണ്, ഇനി അങ്ങോട്ട് എന്ത് മതി, ഇങ്ങനെയൊക്കെ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത ഒരു മൂസക്ക എന്ന് പറഞ്ഞാണ്ട് മൂപ്പര് ഒരു ബ്രോക്കറാണ്, സ്ഥലങ്ങളൊക്കെ വിറ്റ് കൊടുക്കുന്ന ബ്രോക്കർ. ആൾ പെട്ടെന്ന് ഇത് കേട്ടിട്ട് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ ആൾ പറഞ്ഞൊരു വാക്ക് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മെമ്മറിയിലൊക്കെ വന്നൊരു കാര്യമാണ്. ആൾ പറഞ്ഞത്, നമ്മൾ ഒരാളെ അടുത്ത് എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അത് നിരാശയായിരിക്കും. നേരെ മറിച്ച് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ അത് ചെയ്യുന്നതെങ്കിലോ കിട്ടുന്നതെല്ലാം നമുക്ക് എന്തായിരിക്കും, ഭയങ്കര സംതൃപ്തി കിട്ടുന്ന കാര്യമായിരിക്കും. അപ്പം ഞാൻ ഇന്ന് ഓർക്കുന്നത്, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എന്നെ അലട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ അലട്ടുന്ന പ്രശ്നത്തിന് ഇന്നലെ രാത്രി ഇതിങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് ഈ മൂസക്കാനെ, ഈ നാരായണേട്ടനെ ഓർമ്മ വന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും എന്ത് ആളുകൾക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്തു കൊടുക്കണം. അങ്ങനെ പ്രതീക്ഷിക്കാതെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിന്ന് കിട്ടുന്നതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് സംതൃപ്തി കിട്ടുന്ന കാര്യമായിരിക്കും. ഇനി നമ്മൾ ഇത്രയൊക്കെ അവരുടെ നിന്ന് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്താലോ ജീവിതം മുഴുവൻ നിരാശപ്പെട്ടു പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ജീവിതം നിരാശപ്പെടുത്താതെ സംതൃപ്തമായിട്ട് പോകണമെങ്കിൽ സേവനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ജീവിതത്തിൽ പകർത്തുക, തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല.